ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ടോ ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാണ്. അനുഭവമല്ല, എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എനിക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ച് വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കല്യാണം എന്ന് പറയുമ്പോഴേ ചിലവാണ്, കാര്യങ്ങളെല്ലാം ആണ്. ഓക്കെ, അതൊക്കെ സമ്മതിച്ചു. പിന്നെ നമുക്ക് അതിൽ എടുത്ത് കളയാൻ പറ്റാത്തൊരു കാര്യമാണ് വെഡ്ഡിങ് കാർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കുറവ് ബഡ്ജറ്റ് നമുക്ക് ചെയ്യാവുന്ന കാര്യവും വെഡ്ഡിങ് കാർഡ് തന്നെയാണ്. ചിലർ അവരുടെ ആഗ്രഹപ്രകാരം ഇഷ്ടപ്രകാരം നല്ല കൂടിയ വെഡ്ഡിങ് കാർഡൊക്കെ അടിക്കുന്നവരുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടം. ഞാൻ അങ്ങനെയുള്ളവരെ പറ്റി അല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം എൻ്റെ വെഡ്ഡിങ് കാർഡ് ഇതാണ്. അപ്പം ഞാൻ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തത്. എനിക്ക് ഒരു എഴുത്തോല, താളിയോല അങ്ങനെയുള്ള ഒരു തീം വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്തതും പ്രിൻ്റ് എടുത്തതും കട്ട് ചെയ്തതും ഇത് ഈ ടൈ ചെയ്ത് വെച്ചതും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി നമുക്ക് കൊണ്ടുവരികയും ചെയ്യാം. ഇതൊരിടയ്ക്ക് ട്രെൻഡായിരുന്നു. അങ്ങനെ കുറേ പേജിലൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയാവുമെന്ന്. അപ്പോൾ ഒരു കാർഡിന് അവർ 22, 19 ഒക്കെയാണ് അവർ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം നമുക്ക് ഏറ്റവും കുറവ് ബഡ്ജറ്റ് ഒക്കെ ആക്കാൻ പറ്റിയ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് കാർഡാണ്. ബാക്കി ഒന്നിനും നമുക്കങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു വെഡ്ഡിങ് കാർഡ് നമുക്ക് കുറച്ച് പൈസയ്ക്ക് അടിക്കുകയാണെങ്കിൽ വേറെ എന്തിനേലും നമുക്ക് ഈ പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് എൻ്റെ വെഡ്ഡിങ് കാർഡ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു വെറൈറ്റി പിടിച്ചു എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു കാർഡും ഇതും കൂടാണ് റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതിൽ അവസാനം വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നേ നമ്മുടെ വെഡ്ഡിങ് കാർഡ്. ഇതൊരു 4 ലീഫ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തു അതിനുശേഷം നമ്മളിങ്ങനെ കെട്ടിവെച്ചു കേട്ടോ. അത് അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഒരു കാർഡിന് വന്നേക്കുന്നത് വെറും ഒരു 7 രൂപ, 6 രൂപ 7 രൂപ റേഞ്ചിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു 10-800 കാർഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ നമുക്ക് ഒരു 10,000 രൂപയിൽ താഴെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കല്യാണക്കുറി നമ്മൾ ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് നോക്കും, ഡേറ്റ് ജസ്റ്റ് ഒന്ന് നോക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുന്ന കാര്യമാണ്. ആരും സൂക്ഷിച്ച് വയ്ക്കാറൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിന് വേണ്ടി ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കല്യാണക്കുറി ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസൊക്കെ പോയി കണ്ടിട്ട് വാ. ഞാൻ എടുക്കാൻ പോയതും എവിടെ നിന്നാണ് എടുത്തതെന്നും ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. ഇവിടുന്ന് പുനലൂർ ഇറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ പുനലൂരിൽ നിന്ന് ബസ് കയറിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കാരണം നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യും, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ വെഡ്ഡിങ് കാർഡ് അടിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള പ്രിൻ്റ് എടുക്കുന്ന പ്രസ്സിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ നമുക്ക് നമ്മുടെ റേഞ്ചിൽ നിൽക്കുന്ന ബഡ്ജറ്റ് അല്ലായിരുന്നു കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുമ്പോൾ അത് നല്ല റേറ്റിൽ നമുക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പലയിടത്തും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീകുട്ടി ഇപ്പോൾ പഠിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് അവിടെയും നമ്മൾ കുറേ പ്രസ്സിലൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം പിന്നെ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെയാണ് അടിക്കേണ്ടതായിട്ട് വന്നത്. കാരണം ബാക്കി എല്ലായിടവും നല്ല രീതിയിലുള്ള റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമുക്ക് കുറച്ചെങ്കിലും റേറ്റ് ഒന്ന് കുറച്ച് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് നേരെ ബസ് കയറി അവിടെ എത്തും. പിന്നെ ശ്രീകുട്ടി അവിടെ നിന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവൾ എന്തായാലും ഹോസ്റ്റലായതുകൊണ്ട് തന്നെ അവൾ ഇങ്ങോട്ട് വിളിച്ച് അവളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് നേരെ പ്രസ്സിലേക്ക് പോകാമെന്ന് കരുതി. നമ്മൾ ഡിസൈനും കാര്യങ്ങളും ഒക്കെ വാട്സപ്പ് ത്രൂ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മാത്രം പോരല്ലോ, അതിൽ കെട്ടേണ്ട ടോയിൻ വേണം, പിന്നെ പഞ്ചിങ് മെഷീൻ വേണം, പിന്നെ അത് കട്ട് ചെയ്യാനുള്ള പേപ്പർ കട്ടർ വേണം. അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 അടുത്തുകൂടി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം തന്നെ 2 എണ്ണം വെറുതെ ഒന്ന് അടുപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പേപ്പറിനകത്ത് കട്ടി കുറവും കട്ടി കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള പേപ്പർ വേണമല്ലോ ഇത് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കട്ടിയുള്ള പേപ്പർ തപ്പിപ്പോയതാണ് കേട്ടോ നമ്മൾ ഈ തിരുവനന്തപുരം വരെ പോകാനായിട്ടുള്ള കാരണം. അപ്പോൾ പല പേപ്പറിനും പല തരത്തിലുള്ള റേഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിക്കുമ്പോഴാണല്ലോ ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക. ഇതിപ്പോൾ സ്വന്തം കാര്യത്തിനായതുകൊണ്ട്
ആയതുകൊണ്ട് വേറെ ആർക്കും വലിയ ടെൻഷനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം എൻ്റെ കാര്യമായതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാമല്ലോ, കുഴപ്പമില്ല. അതിപ്പോൾ വേറൊരാളുടെ കാര്യത്തിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് പോകുന്നിടം വരെ പോട്ടെ എന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെന്ന് ശ്രീകുട്ടിയെ മീറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ ഒരു 8 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉള്ളത് കാരണം വെഞ്ഞാറമൂടൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് തിരുവനന്തപുരം എത്തിയിരിക്കുന്നത്. ശ്രീകുട്ടിക്ക് എക്സാം ഉള്ളത് കാരണം രാവിലെ അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ആദ്യമേ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെയും ഈ കഴിക്കാറായ സമയമൊക്കെ ആയി വരുന്ന കാരണം ഇനിയിപ്പോൾ അവർ പ്രസ് അടച്ചിട്ട് പോകുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ട് തന്നെ കഴിക്കാൻ കയറാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബസ്സിലും റോഡിലും ഒക്കെ. അങ്ങനെ നമ്മളിതേ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പ്രസിൻ്റെ അടുത്ത് എത്താറായി. ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ, എന്താവും എങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മുടെ ലക്കെന്ന് പറയാം. ഞാൻ എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തത്, ഞാൻ എങ്ങനെയാണോ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് അതുപോലെ തന്നെ എനിക്കവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെനിക്കത് കട്ടും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് കട്ട് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ കട നോക്കിയാണ് കേട്ടോ നമ്മൾ പോയത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചാല മാർക്കറ്റിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് ടോയിനും നമുക്ക് പഞ്ചി മെഷീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇനിയിപ്പോൾ പേപ്പർ കട്ടറിൻ്റെ ആവശ്യമില്ലല്ലോ, അവർ ഓൾറെഡി കട്ട് ചെയ്താണ് തന്നിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളത് കാരണം എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്, മാത്രമല്ല ബസ്സിലാണ് തിരിച്ചു പോകുന്നതും. അതുകൊണ്ട് തന്നെ ഇച്ചിരി ടാസ്ക് ആയിരുന്നു അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ രാത്രിയായി കേട്ടോ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ. ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ശ്രീകുട്ടിക്ക് വരാൻ പറ്റത്തില്ല, അവർക്ക് അടുത്ത എക്സാം ഉണ്ട് അടുത്ത ദിവസം. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് തുറന്ന് വെച്ച് കാണിച്ചു. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇതെല്ലാം എടുത്ത് വെച്ച് എല്ലാം ഒന്ന് ശരിയാക്കി വെച്ചത്. അങ്ങനെ ആദ്യം കുറച്ചൊക്കെ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ടോയിൻ തികയത്തില്ലെന്ന് മനസ്സിലായി. നമ്മൾ പിന്നെയും ടോയിൻ മേടിക്കാൻ വേണ്ടിയിട്ട് പുനലൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ച് വരുന്നതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളത് കാരണം നമുക്ക് ഇത് വേഗം കെട്ടി കഴിയുമായിരുന്നു കേട്ടോ. ഇതൊന്ന് അടുക്കി വെക്കുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് മെമ്പേഴ്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ നമ്മളെല്ലാം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതവർ കട്ട് ചെയ്തും കൂടെ തന്നപ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്ന് അടുക്കി വെച്ച് മതിയായിരുന്നു കേട്ടോ, അതേ ഉള്ളായിരുന്നു ടാസ്ക്. പിന്നെ എല്ലാ നൂലും ഒരേ കണക്കിന് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഞ്ച് ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനായിരുന്നു ഇടയ്ക്ക് അത് പഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ടൈം ഉള്ളപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇത് വേഗം തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ചെയ്തു. എല്ലാവരും കൂടെ ആയിരുന്നു കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കൂടുതലുള്ളത് കാരണം ഇത് കെട്ടി തീരുമെന്ന് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കൊണ്ടുവന്നപ്പോൾ 2 ബാൻഡിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ 1 by 1 ആയിട്ട് അടുക്കി വെക്കണം. 4 ലീഫുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ലീഫ് പോലും നഷ്ടപ്പെടാൻ പാടില്ല, എല്ലാ ലീഫും വരണം. അത് നോക്കാൻ ഒരാൾ വേണം, അപ്പോൾ ഇത് കെട്ടാൻ ഒരാൾ വേണം, ഇത് കെട്ടിയത് അഴിഞ്ഞു പോകുകയാണെങ്കിൽ പിന്നെയും കെട്ടാൻ ഒരാൾ വേണം. അപ്പോൾ എല്ലാവരും കൂടെ ആയിരുന്നപ്പോൾ ഇത് ഭയങ്കര സ്പീഡിൽ തീർന്നു കേട്ടോ. അപ്പോൾ പഞ്ച് ചെയ്യാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ലീഫ് ഉള്ളത് കാരണം ഒരുമിച്ച് നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ 3-4 പഞ്ചിങ് മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ ഇത് പഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കല്യാണത്തിന് 3-4 മാസം മുന്നേ തന്നെ നമ്മളിത് റെഡിയാക്കുമല്ലോ, കല്യാണക്കുറിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു ടൈമിലാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ എനിക്കത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടി പോയേനേന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളായിരുന്നു ഇച്ചിരി ടാസ്ക്, ബാക്കിയെല്ലാം സ്മൂത്തായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കല്യാണക്കുറിയുടെ തീമിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു താളിയോല മോഡൽ തീം വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ അതിൽ ശിവനും പാർവതിയും തന്നെ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണനും രാധയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ശിവനും പാർവതിയും തന്നെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുടുംബത്തിലെ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒന്നും വീഡിയോസ് എനിക്കെടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഈ ഒരു 2 ബാൻഡിലായിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ഇതാണ് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് ടോയിൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കെട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്നായിരുന്നു കേട്ടോ നമ്മൾ പൂജിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ കുറി പൂജിച്ച് വെക്കണം എന്ന് അച്ഛനെ നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടി കുറി പൂജിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലായിരുന്നു കേട്ടോ ഇത് പൂജിച്ചിട്ടുണ്ടായിരുന്നതും. അപ്പോൾ അച്ഛനായിരുന്നു പൂജിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. എനിക്കത് കാണണം, വീഡിയോസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് റീലിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണേ. അപ്പം എല്ലാം നല്ലതായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടന്നിട്ടുണ്ട്.
കല്യാണക്കുറിയുടെ കാര്യത്തിൽ ഞാൻ എന്തായാലും 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് എൻ്റെ കല്യാണക്കുറി ചെയ്യാൻ പറ്റി. അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും നടന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കല്യാണക്കുറി? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ എന്തായാലും ഞാൻ അന്നേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ലേറ്റായാലും ഞാനിത് പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണക്കുറി. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും അത് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കുറച്ചധികം തന്നെ കല്യാണക്കുറി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പൂജിച്ച് ഒരെണ്ണം അമ്പലത്തിൽ കൊടുത്തതിന് ശേഷം അച്ഛൻ ബാക്കിയുള്ള വീടുകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.